ഈ അരാപ്പൈമേനെ എങ്ങനെ പിടിക്കുമെന്നുള്ളതാണ് കേട്ടോ. കൂടാ കൊല്ലരുത് 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 കൊല്ലരുത്. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചായിരുന്നു നമ്മൾ അരാപ്പൈമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ പുതിയ ടാങ്കിലേക്ക് എന്നാണ് അരാപ്പൈമേനെ മാറ്റുന്നതെന്ന്. അരാപ്പൈമ ഇപ്പോൾ എന്തോരം വലുതായിട്ടുണ്ടായിരിക്കും ഏകദേശം അറിയോ? നമ്മൾ കുളം വറ്റിച്ചിട്ട് ഏകദേശം ഒരു 5 മാസമായില്ലേ? അരാപ്പൈമ വലുതായിട്ടുണ്ടോ അവസാനത്തെക്കാളും? ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ പുതിയ ടാങ്കിലേക്ക് ഇടുമ്പോഴേക്കും അരാപ്പൈമ ഇതിനേക്കാളും വലുതാവുമോ ഇല്ലയോ? ഉറപ്പായിട്ടും. കാരണം നമ്മൾ ഇടാൻ വേണ്ടി പോകുന്ന അരാപ്പൈമയ്ക്ക് അടിപൊളി ഒരു ടാങ്കാണ് കേട്ടോ. വലിയൊരു ടാങ്കാണ്. നമ്മുടെ 2 അരാപ്പൈമയും അലിഗേറ്റർ ഗാറും സൂപ്പറായിട്ട് ആ ടാങ്കിനകത്ത് കിടക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരാപ്പൈമയുടെ ടാങ്ക് മാറ്റുക. ഞാൻ പുതിയ ടാങ്ക് കാണിച്ചത് നമ്മൾ അരാപ്പൈമയിൽ ഇടുന്ന ടാങ്ക്. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും ഇവിടെ നമ്മുടെ ഒരു ടാങ്ക് കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ 2 ടാങ്ക്. അതിനുശേഷം നമ്മളിത് ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ ദിവസമായി. അരാപ്പൈമ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഏരിയ ഒന്ന് സെറ്റാക്കി എടുക്കാനായിട്ട്. ഇതുകൊണ്ടല്ലോ നമ്മൾ ഇതിലും വഴി വരുമ്പോഴേക്കും ഈ ഒരു ടാങ്കിനകത്താണ് നമ്മൾ നമ്മുടെ അരാപ്പൈമേനെ ഇടുന്നത്. ഇത് വീഡിയോയ്ക്കകത്ത് കാണുമ്പോഴേക്കും വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് തോന്നും. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഇതിൻ്റെ അപ്പുറം പോയി നിൽക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം സൈസ് മനസ്സിലാവും. ചവിട്ടത്തിന് കുഴപ്പമില്ല. ഇത് കണ്ടല്ലോ, ഇത്രയുണ്ട് ഈ ഒരു ടാങ്ക്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്കാണ് അരാപ്പൈമേനെ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ട 2 കാര്യങ്ങളിലൊന്ന്, നമുക്ക് ഫസ്റ്റ് ഈ ഒരു ടാങ്കിനെ വറ്റിക്കണം. അതിനുശേഷം നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കാർപ്പും കാര്യങ്ങളൊക്കെ എവിടെയാണ്? കോഴിക്കാർപ്പ് എവിടെയാണ് ചേച്ചി? ഇതിനകത്തുണ്ട്. എവിടെയാണ് ഇപ്പോൾ കോഴിക്കാർപ്പ്? ഇതിനകത്തുണ്ട്. മമ്മി കോഴിക്കാർപ്പ് എവിടെയാണെന്ന് എല്ലാവരും ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടിക്കുന്ന കോഴിക്കാർപ്പിനെ എവിടെ കൊണ്ടിട്ടുണ്ടേ? കുളത്തിൻ്റെ കൂടിൻ്റെ സൈഡിൽ, അതായത് നമ്മുടെ കിളിക്കൂടിൻ്റെ സൈഡിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഏരിയ കോഴിക്കാർപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പിടിക്കുന്ന കോഴിക്കാർപ്പിനെ കൊണ്ടിടുന്ന അവിടെയാണ്. അപ്പോൾ വേറെ കാര്യമുണ്ട്, ഇതിനകത്ത് കുറേ കോഴിക്കാർപ്പിന് നമ്മൾ നമ്മുടെ കുറേ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി മേടിക്കാൻ വേണ്ടി പോകുന്ന ഒറിജിനൽ ജാപ്പനീസ് കോയിനെയാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറേയാണ് നമ്മുടെ ഫ്രണ്ട്സിനെ കൊടുത്തു. ഫസ്റ്റ് തിങ് നമുക്ക് ഈ ഒരു ടാങ്ക് വറ്റിക്കണം. നമ്മൾ ഈ ഒരു അരയുടെ മോട്ടർ വെച്ചിട്ടാണ് നമ്മുടെ ടാങ്ക് വറ്റിക്കുന്നത്. അതിന് മുമ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ വേറൊരു പണിയാണ് കേട്ടോ. ഇത് നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ആണ്. അത് റെക്കോർഡ് ചെയ്യാനുള്ള ക്യാമറയൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്ത ദിവസം വരുന്നതാണ്. എന്താണെന്ന് ഞാൻ പറയുന്നില്ല. ഈ വരുന്ന വെള്ളിയാഴ്ച തന്നെ നമ്മുടെ ചാനലിൽ വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഈ മോട്ടർ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ പോണ്ട് ഫിൽറ്ററിൻ്റെ കണക്ഷനാണ് നമ്മൾ ഈ ഒരു മോട്ടറിനെ കൊടുത്തിരിക്കുന്നത്. നമ്മളതിന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങളൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. അതിന് പിടിക്കാൻ പറ്റുമോ? അവിടെ എവിടുന്ന് അതിനെ പിടിക്കാനായിട്ട് ഒരു രക്ഷയില്ല. നിങ്ങൾ അടുത്ത് വരുവാണെങ്കിൽ ഈ കാണുന്ന കുഞ്ഞ് കണ്ടോ? എവിടെ പോയി? ഇവിടെയുണ്ട്. ഇവിടെ 2-3 കുഞ്ഞ് സീബ്ര ഡാന്യൂസിനെ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ കണ്ടോ? ഇതൊക്കെ നമ്മുടെ കിളിക്കൂടിലുണ്ടായ സീബ്ര ഡാന്യൂസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മൾ ഈ ഒരു മോട്ടറിന് ഊരി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ അരാപ്പൈമയുടെ പുതിയ ടാങ്ക് വറ്റിക്കുന്നത്. കിളികളൊന്നും ഇറങ്ങി പോകുന്നില്ലോ അല്ലേ? എനിക്കിപ്പോഴുള്ള ടെൻഷൻ ഈ അരാപ്പൈമേനെ എങ്ങനെ പിടിക്കുമെന്നുള്ളതാണ് കേട്ടോ. അതിനെ പിടിക്കുന്ന ഒരു ടാസ്ക്കാണ്. കാര്യം അവ നല്ല വലുതായിട്ടുണ്ട്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരാപ്പൈമേനെ ഇതിനകത്ത് ഇട്ടതിന് ശേഷം ഇതിനകത്ത് നമുക്കൊരു ഫിൽട്രേഷൻ സിസ്റ്റം സെറ്റ് ചെയ്യണം. അതുകൂടാതെ ഈ ഒരു ഏരിയ നമുക്ക് ഫുള്ള് ഡെവലപ്പ് ചെയ്യണം. ഫുള്ള് ചെടിയും പുല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ലോൺ സെറ്റപ്പ് ആക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് ഇരിക്കാൻ പറ്റിയ ചെയറും കാര്യങ്ങളൊക്കെ ഇടുവാണെങ്കിൽ നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള കാം ആൻഡ് കൂൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ചാനലിൽ എന്താണ് പുറകെ വരുന്നതാണ്. ഇതിനകത്ത് അരാപ്പൈമേനെ ഇട്ട് ഞാൻ അടിപൊളിയായിരിക്കും. മീൻ എത്ര വലുതായാലും ഇതിനകത്ത് കിടക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ വിസിബിലിറ്റി കിട്ടും. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഒട്ടും ക്ലിയർ അല്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തിട്ടില്ല. ഉടനെ നമ്മൾ ഫിൽട്രേഷൻ സിസ്റ്റം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ പ്ലഗ് മാറ്റി കൊടുക്കാം. നമുക്ക് എന്താണെങ്കിലും ഫുഡ് വാൽവിനകത്ത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഓൾറെഡി അവിടെ അടിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകണം, മോട്ടർ ഓണാക്കാൻ വേണ്ടി പോകണം. വെള്ളം എടുക്കില്ലെന്ന് അറിയാം. അപ്പോൾ മോട്ടർ ഓണാക്കോ? അപ്പോൾ വെള്ളം എടുക്കുന്നുണ്ടെന്ന് നോക്കിയിട്ടൊന്ന് പറയാമോ? കാരണം ഇവിടുന്ന് വെള്ളം എടുക്കുന്നുണ്ട്. ഞങ്ങൾ ആക്ച്വലി കയാക്കിങ്ങിന് മുമ്പിലേക്ക് മേടിച്ചൊരു സാധനമാണ് കേട്ടോ. കാരണം നമ്മൾ 2 ഡയറക്ഷനിൽ പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഫോൺ എടുത്ത് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് മേടിച്ചാണ്. പക്ഷേ ഇതുകൊണ്ട് ഇങ്ങനെ ഉപയോഗമുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം എടുക്കുന്നുണ്ടോ? വെള്ളം എടുക്കുന്നുണ്ട്, നല്ല ഫോഴ്സ് എടുക്കുന്നുണ്ട്. ഓവർ. ഓക്കെ, ഡൺ. വെള്ളം എടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പപ്പ ഇപ്പോൾ ഉള്ളത് അപ്പുറത്തെ പറമ്പിലാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു കുളം വറ്റി വരാനായിട്ട് ഏകദേശം നമ്മുടെ 500-ൻ്റെ മോട്ടറാണ്. അതുപോലെ ഇതിനകത്ത് ഏകദേശം 30,000 ലിറ്റർ വെള്ളം കൊള്ളും. ഇത് വറ്റി വരാനായിട്ട് ഏകദേശം ഒരു 1.5 മണിക്കൂറെങ്കിലും മിനിമം എടുക്കും. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് മീനെ മൊത്തം പിടിക്കണം. ഇതിനകത്ത് എന്തോരം മീനുണ്ടെന്ന് നമുക്കറിയത്തില്ല. അൺഫോർച്ചുനേറ്റ്ലി മഴയൊക്കെ പെയ്ത് 2-3 മീൻ ചത്തുപോയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അവർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വിഷമമാവും. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് മീനെയൊക്കെ പിടിച്ച് ഓരോ ടാങ്കുകളിലേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. പിന്നെ ഇതിനകത്തുള്ള വലിയ മീനുകളെയൊക്കെ നമ്മൾ ഈ ഒരു ടാങ്കിൽ തന്നെ ഇടും. കാരണം അരാപ്പൈമയ്ക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റാത്ത മീനുകളെ. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് വലിയൊരു ആമ്പലും കൂടെ വെക്കണം കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇത് നമ്മളിനിയിപ്പോൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഗ്രില്ലിന് നമുക്ക് പകുതി എടുത്ത് മാറ്റി വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇറങ്ങി മീനെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ സെൻറ്ററിലെ സാധനം നമുക്ക് അഴിക്കണം.
ഇതുപോലെ തന്നെ സെൻറ്ററിലും ഉണ്ട് ഒരു ബോൾട്ട്. അല്ല ഇനി മറിച്ചാൽ പോരോ അപ്പേ? ഇവിടെ വെച്ചിട്ട് മറിക്കാം നമുക്ക് അങ്ങോട്ട്. ഞാൻ വിട്ടോ. ആ ഒരു സെക്കൻഡേ. പോയാലും ആർക്കും ഒന്നും പറ്റത്തില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ കുളത്തിൻ്റെ ഗ്രില്ലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇത് കണ്ടല്ലോ, വെള്ളം ഏകദേശം ഒരു 3 ഇഞ്ച് 4 ഇഞ്ച് പറ്റിയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഏറ്റവും കുറഞ്ഞെടുക്കുക. അപ്പോൾ നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ മീനെ പിടിക്കുന്നത്. അരാപ്പയ്മേനെ പിടിക്കുന്ന ജിനാചാച്ചനും അലിഗേറ്ററിനെ പിടിക്കുന്ന പപ്പയാണ് കേട്ടോ. ജിനാജ് 2 പിടിച്ചോളാം എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്കിത് പറ്റുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിടിക്കുന്ന മീനുണ്ടല്ലോ ഈ 3 ടാങ്കിലായിട്ട് കൊണ്ടിടാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് മറ്റേത് ക്ലീൻ ആക്കിയിട്ട് അതിനകത്ത് പിന്നെ രണ്ടാമത് പിടിച്ചിടാം. അപ്പോൾ ഈ ഒരു വല നമ്മൾ ശരിക്കും പറഞ്ഞാൽ മീനെ പിടിക്കാൻ വേണ്ടി മേടിച്ചതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ മീനുകളെ പിടിക്കുന്നത്. എല്ലാ മീനുകളും ഏകദേശം പിടിക്കാണ്ട് പറ്റും കേട്ടോ. നമ്മുടെ വെള്ളം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുവാണെങ്കിൽ കോഴിക്കാർപ്പിൻ്റെയൊക്കെ എണ്ണം കുറവാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ എണ്ണത്തിന് നമ്മുടെ കസിൻസിനെ കൊടുത്തു. കാര്യം എന്താ വെച്ചാൽ ഞാൻ കോഴിക്കാർപ്പിൻ്റെ എണ്ണം കുറയ്ക്കുവാണ് കേട്ടോ. കാര്യം നമ്മൾ ഇതിനകത്ത് ഒത്തിരി കോഴിക്കാർപ്പിന് ഇടുന്നില്ല, പക്ഷെ നമ്മൾ ഇടുന്നതെല്ലാം വെറൈറ്റി സാധനമായിരിക്കും. ഞാൻ പയ്യെ ജസ്റ്റ് ഇറങ്ങുവാണ് നമ്മുടെ കുളത്തിലേക്ക്. ആദ്യം കിട്ടുന്ന കോഴിക്കാർപ്പ് ഇതുണ്ടല്ലോ, ഇതിനകത്ത് കോഴിക്കാർപ്പിനെ കിട്ടിയിട്ടുണ്ട്. ഇവനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇവൻ നമ്മുടെ കുളത്തിലുണ്ടായ കോഴിക്കാർപ്പാണ്. അപ്പോൾ ഇവനൊരു ബക്കറ്റിലിട്ടാലോ? അയ്യോ, അത് ഇവരുടെ സ്കെയിൽസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുണ്ടോ, ഇവരുടെ സ്കെയിൽസ് സാധാരണ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ സ്കെയിൽസിനെ അപേക്ഷിച്ച് വലിയ സ്കെയിൽസാണ്. അതെ, അടുത്ത കോഴിക്കാർപ്പ് ദേ, ഇതും നമ്മുടെ കുളത്തിലുണ്ടായതാണ്. ഈ കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കുളത്തിലുണ്ടായതിന് നമ്മൾ കൊടുത്തിട്ടില്ല. അതിനാടി നമ്മൾ ജയൻറ്റ് സാധനത്തിന് പിടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഗൗരയാണ് കേട്ടോ. ഇവനെ നമ്മൾ ചെയ്യുന്ന അനാവശ്യമുണ്ടല്ലോ, ഇവനെ നമ്മൾ വേറെ ടാങ്കിലേക്ക് മാറ്റുവാണ്. ഇപ്പം നമ്മൾ അരാപ്പയ്മ കിടക്കുന്ന ടാങ്കിലേക്ക് നമ്മൾ ഈ ഗൗരകളെല്ലാം മാറ്റും. ഇപ്പോൾ തൽക്കാലം നമ്മളിവനെ ഇതിനകത്തോട്ട് വിടുവാണ് കേട്ടോ. പൊക്കോടാ ഇറങ്ങിപ്പോക്കോ ബാ, പൊക്കോ. നെക്സ്റ്റ് ഒരെണ്ണത്തിനെ കിട്ടി. ഇവിടെ കിടക്കടാ. 2 അടിപൊളി. ഇതിനെ നമ്മൾ ഇവിടെ തന്നെ ഇടുവാണ്. ഇത് 2 അവന്മാരുണ്ട് കേട്ടോ. അതുകൊണ്ടോ നമ്മൾ നമ്മുടെ കോഴിക്കാർപ്പിൻ്റെ ടാങ്കിൽ നിന്ന് പിടിച്ചപ്പോൾ ഇവന്മാർ ഇതിനേക്കാളും ചെറുതായിരുന്നു. പൊക്കോടാ, ഇപ്പം വലുതായിട്ടുണ്ട് കേട്ടോ. അടുത്തവൻ എന്ത് ചെയ്യും? ഏത് നിമിഷം ചാടുന്നത് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഇവന്മാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പൊക്കോ. ഇനി നമ്മൾ പിടിക്കാൻ പോകുന്ന 2 വലിയ ആൾക്കാരാണ് കേട്ടോ. ഇവന്മാർ 2 പേര് ഇവിടെ നിൽപ്പുണ്ട്. ഓ മൈ ഗോഡ്, ചാടുപോകാമെന്ന് നമുക്കറിയത്തില്ല. ചാടിക്കഴിഞ്ഞാൽ പണിയാണ്, വല കീറാൻ. ഇതിനെ പിടിക്കണോ അപ്പേ? ആ പിടിച്ചപ്പേ. ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ കുഞ്ഞരാപ്പായ്മയുടെ കൂടത്തിടാം. വാടാ. ഓ, ഇത് നല്ല സൈസാണ് കേട്ടോ. ഇത് കാണുന്ന പോലെയല്ല, വീഡിയോയ്ക്ക് കാണുന്നതല്ല. ഇത് കണ്ടാണേ എടാ, ഇതൊന്ന് കാണിച്ചടാ. ഇത് കണ്ടോ, ഇത്രയും വലുതാണ് മതി. ഉണ്ടോ? പൊക്കോടാ. വെള്ളം തീരാറായോ? ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, വേറെ സാധനം, മറ്റേ സാധനം, പപ്പയുടെ മീൻ. വാള വേണ്ടേ. ഇത് കണ്ടോ, ഇത് പപ്പയുടെ മീനാണ്. പപ്പ ആറ്റി ചൂണ്ടിട്ടപ്പോൾ കിട്ടിയ മീൻ ഇവിടെ കൊണ്ടിട്ടാണ് കേട്ടോ. ഇവനെ കൊണ്ടിടാം. ഇവൻ റെയർ മീനാണ് കേട്ടോ. ഇത് കണ്ടോ, പപ്പയുടെ മീനാണ്, പപ്പയുടെ സ്വന്തം. അയ്യോ, അപ്പോൾ അവനെ സൂക്ഷിച്ച് പിടിക്കണേ, ഒന്നും പറ്റരുത്, ഞെക്കി പിടിക്കരുത് കേട്ടോ. പപ്പയുടെ സ്വന്തം മീനാണ് കേട്ടോ അവൻ. പപ്പ ഒരു ദിവസം ചൂണ്ടയിട്ടപ്പോൾ ആരോടും പറയാതെ കൊണ്ടിട്ടാണ്, ഞങ്ങൾ പോലും അറിഞ്ഞില്ല. എന്നിട്ട് ഇത് വലുതായി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ നമ്മൾ അടുത്ത സെറ്റ് സാധനത്തിന് പിടിക്കാൻ വേണ്ടി പോകണം കേട്ടോ. ഓ, ഇതായിരുന്നു വലുത് ആക്ച്വലി. ഞാൻ മറ്റേതാ വലുതെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതായിരുന്നു വലുത് ആക്ച്വലി. തൽക്കാലം അവൻ വെള്ളത്തിൽ തന്നെ കിടക്കട്ടെ. പാടാ. ഇത് നല്ല വലുത്. അയ്യോ, അതിൻ്റെ കുഞ്ഞു മീനുണ്ട്. അല്ല, പരല്. അപ്പോൾ പരലിങ് എടുത്തോ അപ്പേ? പരലാണോ അതോ പുല്ലൻ്റെ കുഞ്ഞാണോ? പുല്ലൻ്റെ കുഞ്ഞാ അപ്പേ? പുല്ലൻ കുഞ്ഞ്, നമ്മുടെ കിളിക്കൂട്ടിലുണ്ടായ പുല്ലൻ കുഞ്ഞാ. അത് നമ്മൾ ഇവനെ അങ്ങോട്ട് മാറ്റുവാണ്. സോറി, കിളിക്കൂട്ടിലല്ല, കുളത്തിലുണ്ടായ പുല്ലൻ കുഞ്ഞാണ്. ഞാൻ കുറച്ച് മുമ്പ് പിടിച്ചതാണ് വലുതെന്ന് പറഞ്ഞിട്ടിരിക്കുമായിരുന്നു. പക്ഷെ ഇതാണ് വലുത് കേട്ടോ. കടിക്കുമോന്ന് എനിക്കറിയത്തില്ല, കടിക്കത്തില്ലായിരിക്കും. ഇത് കണ്ടല്ലോ, ഇതാണ് വലുത്. പൊക്കോ. പപ്പയുടെ മീനിനെ കൊണ്ട് കിളിക്കൂട്ടി ഇട്ടാലോ? അല്ല സോറി, കുളത്തി.
ഫസ്റ്റ് നമ്മൾ നമ്മുടെ സ്വന്തം കിളിക്കൂട്ടിലുണ്ടായ ഒരു കോഴിക്കാർപ്പ് അവനെ വിട്ടിട്ടുണ്ട്. സോറി, കിളിക്കൂട്ടിലെ കുളത്തിലുണ്ടായ കോഴിക്കാർപ്പ്. രണ്ടാമത് ദേ നമ്മുടെ പുല്ലൻ്റെ കുഞ്ഞ്. വാടാ, ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിലുണ്ടായ പുല്ലൻ്റെ കുഞ്ഞാണ്. അടുത്ത് നമ്മുടെ ചൊട്ടാവാള കടിക്ക് കുത്തത്തില്ല, ഉറപ്പല്ലേ? അതെ, അതിന് കൊമ്പില്ലേ? കൊമ്പുണ്ട്, പക്ഷെ കുറ്റിയല്ല. ഇതാണ് നമ്മുടെ ചൊട്ടാവാള. നീയും പൊക്കോടാ, നീയും പോയി വളർന്ന കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പേര് ഇതിനകത്ത് അഴിച്ചു വിട്ടിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ളവരെ കൂടെ പിടിക്കാം. നമ്മൾ ഇനിയിപ്പോൾ ഉണ്ടല്ലോ മൊത്തം വെള്ളം വറ്റിച്ചിട്ടേ മീൻ പിടിക്കുന്നുള്ളൂ. പിന്നെ നമുക്ക് ഈ ടാങ്ക് ഒന്ന് അത്യാവശ്യം ഒന്ന് വൃത്തിയാക്കണം. അപ്പോൾ മീൻ പിടിക്കാൻ സഹായത്തിന് ഇപ്പോൾ അരാപ്പയ്മൻ ആര് പിടിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ജോബിൻ പറഞ്ഞിരിക്കണം അരാപ്പയ്മൻ ജോബിന് തന്നെ വിട്ടു കൊടുക്കണം. കൈ വീഡിയോ എടുക്കാൻ കൈ ആവശ്യമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഒരു കൊട്ടയ്ക്കകത്തോട്ട് നമ്മുടെ ഫുഡ് വാൽവിനെ എടുത്ത് വെക്കാം. സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇത് മൂടി വെക്കാണ്ട് എന്തെങ്കിലും ഒരു കല്ലുമല്ലോ എടുത്തരോ ഇതിന് മേളിൽ വെക്കാൻ. ഈ കല്ലും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് വാൽവിനെ അങ്ങ് നീക്കി വെക്കുവാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് വാൽവിനെ ഏറ്റവും അറ്റത്തോട്ട് നീക്കി വെച്ചിട്ടുണ്ട്. ജോബി നീ കൈ കൊണ്ട് പിടിക്കുക ചാർക്കിനെ. നീ പിടിക്കുമോ? കൈ കൊണ്ട് പിടിക്കോ? ജോബിന് ഒരു ടാസ്ക് കൊടുക്കുകയാണ് കേട്ടോ. ഒരു മീനിനെ കൈ കൊണ്ട് പിടിക്കാം. ഇറങ്ങി വാ. ആ ചെരുപ്പ് പിടിക്കോ? പയ്യ ഇറങ്ങ്. ചാടി ഇറങ്ങല്ലേ. ഞാൻ കാണിച്ചുതരാം. മീനിനെ ഞാൻ നിന്റെ സൈഡിലേക്ക് എത്തിക്കാം. ആണോ? എന്നാൽ അതിൽ പിടിച്ചെല്ല്. ഓ, ഒരു കുഞ്ഞപ്പനെ കിട്ടിയിട്ടുണ്ട്. 2 ചെറിയന്മാരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവന്മാരെ നമ്മുടെ കിളിക്കൂട്ടിലെ കുളത്തിൽ ഇടാനുള്ളതാണ്. ഇതുണ്ടോ നമ്മുടെ കുളത്തിലുണ്ടായ വീണ്ടും നമ്മുടെ കുളത്തിലുണ്ടായ കുഞ്ഞാണ്. സിലോപ്പിന്നൊരു കാര്യം ചെയ്യാം. അപ്പേ ഇതിനെ കൊണ്ട് അരാപ്പമീൻ കൊടുത്തേക്കുന്ന ആണ്ടേ. കൊല്ലരുത്. ആ, ഓ, ജോബിനാണ് പുലി. കണ്ടേ, ഷാർക്കിനെയൊക്കെ ചുമ്മാ പെറുക്കി എടുക്കുക. കണ്ടത്തിന്ന് കോരി എടുക്കുന്ന പോലെ ഷാർക്കിനൊക്കെ ജോബിൻ പിടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവനെയും തൽക്കാലം ഈ ഒരു ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോകണം. ഞാൻ ഷാർക്കിൻ്റെ വലിപ്പം കാണിച്ചില്ല. ഇനി 2 ഷാർക്ക് കൂടെ ഉള്ളൂ. ബാക്കിയുള്ളവന്മാരെ നമ്മൾ കൊടുത്തായിരുന്നു കേട്ടോ. പൊക്കോടാ. നമുക്കൊരു 2 ഷാർക്കും കൂടെ ഉണ്ട്. 2 ഷാർക്കിനെയും കൂടെ നമ്മളിങ്ങനെ പിടിക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതിനെ പിടിച്ചിട്ടുണ്ട്. ഇതേ കണ്ടല്ലോ, അടുത്ത് നമ്മുടെ വലിയ ഷാർക്കാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കൊണ്ടിട്ട് പോവാ. നിനക്കൊരു മീനെ പിടിക്കാനുള്ള ചാൻസ് തരാൻ വേണ്ടി പോകാം. ഇതുണ്ടോ, ഇതിനെ അതിനെ പിടിച്ചോ. സിമ്പിൾ. അത് ബോധം കിട്ടണോ? കാര്യങ്ങൾ പൊക്കിക്കോ. പിടിക്കേ. വലക്കത്. വല വെട്ടതുണ്ടോ? അപ്പേ ആണ്ടെ മീൻ പോലും അറിഞ്ഞില്ല. മീൻ ഉറക്കി. ആണ്ടെ മീനിനെ എടുത്തങ്ങ് ഇടുവാണോ? അടി വെള്ളം ഉണ്ടായിട്ട് കുഴപ്പമില്ല. ആയത്തിന് കേട്ടോ. ഇവന്മാരെയൊക്കെ തിരിച്ച് ഇടാനുള്ള വെള്ളം കൊണ്ടുകൊണ്ട് മീൻ രക്ഷപ്പെട്ടു കേട്ടോ. അത് ഇനിയുണ്ട്. ബാ അടുത്ത് ഞാനും പിടിച്ചു. വേണ്ടേ അത് കണ്ടല്ലോ. അടുത്ത നമ്മുടെ ഗൗരയാണ്. അവനെ കൊണ്ടിട്ടോ. ആയിട്ടോ, മാറിട്ടോ. ഇനിയുണ്ട് കേട്ടോ 1-2 കൂടെ. ഇത് നമ്മൾ ഷാർക്കിനെ പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കുവാണ് കേട്ടോ. അതെ, വെള്ളത്തിൽ മുക്കി വെച്ചോടാ. ഒന്നിച്ചിട്ടോ. വേണ്ട, അവന്മാരെ അവനെ കൊണ്ടിട്ടോ. അതാ നീ പിടിച്ചോടാ. ബബ്ബ എന്നൊക്കെ പറയട്ടാ ജോബൻ വിളിക്കുന്നത്. അത് ഞാൻ പിടിക്കുകയാണ് ചേട്ടാ. എടാ ഇതിന് പിടിക്കണം എന്നാ. ആട്ടെ, ഇതുണ്ടോ? വില വന്നോ? എന്നാ അടുത്ത ഷാർക്ക്. ഈ ഷാർക്ക് ഇത്ര ഉള്ളപ്പോൾ നമ്മൾ കൊണ്ടിട്ടാണ് അവിടെ. ഇത്ര ഉള്ളപ്പോൾ ജോണി ഇതിന് പിടിക്കാവോ? പിടിക്കാനേ. ഓ, സൂപ്പർ. എന്തോ ജോൻ എന്തോ മീനിനെ മർമ്മസാനത്ത് പിടിച്ചെടുക്കുന്നു തോന്നുന്നു. മീന് ചൂണ്ടമർമ്മാന്ന് തോന്നുന്നു കേട്ടോ. ഉയ്യോ, ഇവിടെ സാധനം കിടപ്പണം. ഇതുണ്ടോ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓ, പിന്നെ കാണിച്ചു. ഞാൻ പിടിച്ചാ. ഓ, അത് അടിപൊളി സാധനം കേട്ടോ. ഓ, വായി മൊത്തം വെള്ളം പോയി.
ഇതാണ് ഏറ്റവും വലുത് കേട്ടോ. നമ്മുടെ ബ്ലാക്കിനകത്ത് ഇത് വേണം. നല്ല എത്ര കിലോ ഉണ്ടോ? പിടിച്ച് നോക്കിയേ. 3 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ. ഇത് കണ്ടല്ലോ, ബ്ലാക്കിനകത്ത് ഏറ്റവും വലുതായിരുന്നു, അവനെ പിടിച്ചിട്ടുണ്ട്. പക്ക കേട്ടോ, സിലോപ്പിയല്ല, ജോവിൻ്റെ കയ്യെ രക്തം. വീണ്ടും അടിക്കോ? പിന്നെ വേദന ഇല്ലാത്തതാണ് നിന്റെ പ്രശ്നം. അടുത്ത് രണ്ടെണ്ണത്തെ ഒരുമിച്ച് അത് പിടിച്ചോ. നമ്മളങ്ങനെ മോട്ടർ ഓഫ് ചെയ്തു. ജോവിൻ്റെ വലയ്ക്കകത്ത് കുറേ മീനുകൾ കിടപ്പുണ്ട് കേട്ടോ, കാണിച്ചു തരാം. എല്ലാം ജയൻ്റ് സാധനങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് ആദ്യമേ നമ്മുടെ കോഴിക്കാർപ്പിനെ ഇങ്ങനെ രക്ഷിക്കാം. ഇതുണ്ടല്ലോ, കോഴിക്കാർപ്പിന് നമ്മുടെ കുഞ്ഞു മീനുകളിൽ കൊടുത്തിട്ടിട്ടുണ്ട്. ബാക്കിയുള്ളത് പപ്പ വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊണ്ടിട്ടിട്ട് വരാം. സിലോപ്പിയുടെ മുള്ളാണ് ജോബിൻ്റെ കയ്യെ കൊണ്ടത്. ഇത് രണ്ടും ഗൗരയാണ് കേട്ടോ. ഇവന്മാർ രണ്ടുപേരും നമ്മളതിനകത്ത് കൊണ്ടിടാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ടാങ്കിലിടാം, ഈ ടാങ്കിൽ പോക്കോടാ. ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ നമ്മൾ വിട്ടിട്ടുണ്ട്. ഇത് നമുക്ക് അരാപ്പയമി കൊടുത്ത് നോക്കാം, തിന്നുമെന്ന് അറിയാലോ. നമുക്ക് നോക്കാം നമ്മുടെ അരാപ്പയമി തിന്നുവന്നേ. ഇടാൻ വേണ്ടി പോണേ. അരാപ്പയമി തിന്നില്ലെങ്കിൽ നമുക്ക് അവനെ പിടിക്കാൻ. രണ്ടാമത് ജോബിനൂടെ വൻ മീൻ പിടുത്തം വേണ്ടേ. അടുത്ത ഗൗര വേണ്ടേ, കുഞ്ഞപ്പൻ ഗൗര കുഞ്ഞ്. ചൂണ്ടയിട്ട് പിടിച്ച പൊല്ലിനെ കുറേ എണ്ണത്തിന് നമ്മുടെ കുളത്തിൽ കൊണ്ടിട്ടതിന് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത് എല്ലാവരും ഉണ്ട് കേട്ടോ. 2, 3, 4 4 ഉണ്ടായിരുന്നു. 4 എണ്ണത്തിന് നമ്മൾ വിട്ടിട്ടുണ്ട്. ഒരെണ്ണത്തിന് ഞാൻ ക്ലോസ് കാണിച്ചു തരാം. കണ്ടിട്ടുണ്ട് എന്നെ രസം നോക്കി. നമ്മൾ ആറ്റിൽ നിന്ന് പിടിച്ചതിനെ ചൂണ്ടയിട്ട് പിടിച്ച പുല്ലിനെ ഇവിടെ കൊണ്ടിട്ട് വളർത്തിയതാണ്. നല്ലൊരു റോസ് കളറൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇത് ഓറഞ്ച് കളറൊക്കെ ഉണ്ട്. പൊക്കോടാ. ഇതിനകത്ത് 2 മീനുണ്ടെന്ന് ജോബിൻ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, വലയ്ക്കകത്ത് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഈ 2 എണ്ണത്തിനെ കിട്ടി. അമ്മമാർ 2 പേരും നമ്മളതിനകത്ത് സേഫായിട്ട് വിട്ടിട്ടുണ്ട്. അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ കുളം ഓൾമോസ്റ്റ് ക്ലീനായി. ഇനിയിപ്പോൾ ഇത് ഫുള്ള് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് വെള്ളം നല്ല ക്ലിയർ ആക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ അരാപ്പൈമനെ മാറ്റുന്നത് നാളെയാണ്. കാരണം വെച്ചാൽ ഈ ഒരു കുളത്തിൽ വെള്ളം നിറയ്ക്കണം. ചിലപ്പോൾ ഞങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ മാറ്റും. വീഡിയോ എന്താണ് നമ്മുടെ ചാനൽ അടുത്ത ദിവസം വരും. നമ്മൾ വെള്ളം നിറച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ്, ഇപ്പോൾ പപ്പ അവിടെ നിന്ന് പൈപ്പൊക്കെ കൊണ്ടുവരുന്നുണ്ട്. വെള്ളം നിറച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് അരാപ്പൈമനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അരാപ്പൈമനെ എങ്ങനെ പിടിക്കുമെന്ന് നമുക്ക് ഒരു ഐഡിയ ഇല്ല. ഇവനെ ബനിനകത്ത് കയറ്റി പിടിച്ചാൽ മതി. നമുക്ക് നോക്കാം അങ്ങനെ പിടിക്കുമെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ ഒരു വീഡിയോ നമ്മളിവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ സെബിൻ സിറിയക്, ജിനോ ചാച്ചൻ, മമ്മി, ജോബിൻ, പപ്പേ കണക്ട് ചെയ്തുകൊണ്ടിരിക്കും പപ്പ ഇവിടെ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയുടെ നല്ല വെള്ളം ഇടാനായിട്ട് ഇച്ചിരി നല്ല വെള്ളം. പപ്പ ഇപ്പോൾ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞെക്കി പിടിച്ചോണ്ട് പറഞ്ഞു കഴിയുമ്പോഴേക്കും കേൾക്കും. അത് കഴിയുമ്പോഴേക്കും വിടുക. അയ്യോ ശോഭന മാറ്റാനിരിക്കുന്ന. ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ അരാപ്പൈമേനെ അങ്ങോട്ടേക്ക് മാറ്റാൻ വേണ്ടി പോവാണ്. ശോഭ കഴിക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഞാൻ ടെസ്റ്റ് ചെയ്താണ് കേട്ടോ. അതെ, കുറയ്ക്കുന്നുണ്ട്. മാറ്റാം. ഇങ്ങനെ പിടിച്ചോ. ഒരു മിനിറ്റ്, ഈ മോട്ടർ ഒന്ന് ഓഫ് ആക്കാവോ? മോട്ടർ ഓഫ് ആയിട്ടുണ്ടേ. ഒരു മിനിറ്റ്, ഇനി ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പറയുമ്പോൾ ഓണാക്കണേ. അടിച്ചു പോയെന്നാ തോന്നുന്നു, വെള്ളത്തിൽ പോയി കേട്ടോ. ഈ ബാറ്ററിയുടെ സൈഡ് ഓപ്പൺ അല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പം പറ്റില്ലായിരുന്നു. പക്ഷേ ബാറ്ററിയുടെ സൈഡ് ഓപ്പൺ ആയിരുന്നു. ഞാൻ ഡയറക്റ്റ് നമ്മുടെ പവർ ബാങ്കിൽ കണക്ട് ചെയ്ത്. പക്ഷേ കുഴപ്പമില്ല, ഇത് വെള്ളത്തിൽ ചെന്നപ്പോഴേക്കും ബാറ്ററി കണക്ട് അല്ലായിരുന്നു. അപ്പം മിക്കവാറും ഒന്ന് ട്രൈ ചെയ്തെടുത്താൽ ശരിയാവുമായിരിക്കും.